സോളാർ കേസ് തിരിഞ്ഞുകുത്തുമ്പോൾ മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ കുരുക്ക് മുറുകുകയാണ്. ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അയോഗ്യത പോലും ഒരുപക്ഷെ ഗണേഷ് കുമാറിനെ ഭാവിയിൽ തേടിയെത്തിയേക്കാം. സോളാർ വിവാദ നായിക സരിത നായരെ ഉപയോഗിച്ച് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും കോൺഗ്രസ് നേതാക്കളെയും കരിവാരി തേക്കാൻ ഗണേഷ് കുമാർ ഇറങ്ങിയതായാണ് തെളിഞ്ഞിരിക്കുന്നത്. കോടതിയിൽ ഇത് സംബന്ധിച്ച് തെളിവുകൾ നൽകുകയും അത് കോടതി സ്വീകരിക്കുകയും ചെയ്തതോടെയാണ് കാര്യങ്ങൾ ഗണേഷ് കുമാറിന്റെ കൈവിട്ടുപോയത്. ഉമ്മൻചാണ്ടിക്കും കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ചിട്ടുള്ള 4 പേജ് കത്ത് ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം എഴുതി സോളാർ കേസ് പ്രതിക്ക് കൈമാറിയത് ശരണ്യ മനോജ് എന്ന മൊഴിയും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. ഈ കേസിൽ സോളാർ വിവാദ നായികയും മൊഴിമാറ്റുമ്പോൾ ഗണേഷ് കുമാറിനെ കുരുക്കുകൾ മുറുകുകയാണ്. മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ എഴുതിയ കത്ത് ജയിലിൽ കഴിഞ്ഞിരുന്ന സോളാർ കേസ് പ്രതിക്ക് കൈമാറുകയും പിന്നീട് ഈ കത്ത് പ്രതി തന്നെ തന്റെ കൈപ്പടയിലെഴുതി പുറത്തുവിടുകയുമായിരുന്നു എന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. പ്രതിയുടെ അഭിഭാഷകനായിരുന്ന പെനി ബാലകൃഷ്ണൻ കൊട്ടാരക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇത് സംബന്ധിച്ച മൊഴി നൽകിയിരിക്കുന്നത്. കത്തിൽ ഉമ്മൻചാണ്ടിയുടെയും കോൺഗ്രസ് നേതാക്കളുടെയും പേര് എഴുതി ചേർത്തുന്ന കേസിൽ ഗണേഷ് കുമാർ നേരിൽ കണ്ട് സഹായം അഭ്യർത്ഥിച്ചെന്നും പെനി മൊഴി നൽകുന്നുണ്ട്. 2015 ഏപ്രിൽ MC റോഡിൽ ഏനാത്തിനും കൊട്ടാരക്കരയ്ക്കുമിടയിലായിരുന്നു ഗണേഷ് കുമാറുമായുള്ള കൂടിക്കാഴ്ച നടന്നത്. ഗണേഷ് കുമാറിന്റെ PA പ്രദീപ് കുമാറാണ് തന്നെ വിളിച്ചു വരുത്തിയത്. മറ്റൊരു കാറിലെത്തിയ ഗണേഷ് പ്രദീപിന്റെ കാറിൽ കയറുകയും പെനിയോട് സഹായം അഭ്യർത്ഥിക്കുകയുമായിരുന്നു. പ്രദീപിനെയും ശരണ്യ മനോജിനെയുമാണ് കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നതെന്നും അവർ പറയുന്നത് പോലെ ചെയ്യണമെന്നും പറഞ്ഞു. പിന്നീട് പലതവണ ഫോണിൽ നിർദ്ദേശങ്ങൾ തന്നിരുന്നതായും പെനി മൊഴി നൽകി. 4 പേജുള്ള കത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സോളാർ കേസ് പ്രതിയെ ക്ലിഫ് ഹൗസിൽ പീഡിപ്പിച്ചെന്നും KC വേണുഗോപാൽ, അടൂർ പ്രകാശ്, KP അനിൽകുമാർ, ഹൈബീഡൻ എന്നിവർ പല സ്ഥലങ്ങളിൽ പീഡിപ്പിച്ചെന്നും എഴുതിയിരുന്നു. എന്തിനാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് എന്ന പെനിയുടെ ചോദ്യത്തിന് എല്ലാവരും ചേർന്നാണ് ഗണേഷിന്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുത്തിയതെന്നും അതിന് അവർക്കിട്ട് പണി കൊടുക്കണമെന്നുമായിരുന്നു മനോജിന്റെ മറുപടി. 2013 ജൂലൈ 19 തയ്യാറാക്കി ജൂലൈ 27 പത്തനംതിട്ട ജില്ലയിൽ ഫെനിക്ക് പ്രതി കൈമാറിയ കത്തിന് 21 പേജാണ് ഉണ്ടായിരുന്നതെന്നും എന്നാൽ സോളാർ കമ്മീഷൻ നൽകിയത് 25 പേജുള്ള വ്യാജ കത്താണെന്നും ഫെനി ബാലകൃഷ്ണൻ മൊഴിയിൽ പറഞ്ഞിരുന്നു. സോളാർ പ്രതി ജയിലിൽ നിന്ന് എഴുതിയ കത്തിൽ ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താൻ ഗൂഢാലോചന നടത്തി 4 പേജ് അധികമായി എഴുതി ചേർത്തെന്നാരോപിച്ച് അഭിഭാഷകൻ സുധീർ ജേക്കബ് നൽകിയ കേസിലാണ് ഇപ്പോൾ വിചാരണ നടക്കുന്നത്. ഈ കേസിൽ സോളാർ പ്രതിയും KB ഗണേഷ് കുമാറും 1ഉം 2ഉം പ്രതികളാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സോളാർ കേസ് ഗണേഷ് കുമാറിന് കുരുക്കായി മാറുകയാണ്. വിചാരണ തെരഞ്ഞെടുപ്പ് കഴിയും വരെ മാറ്റിവെക്കണമെന്ന് ഗണേഷ് കുമാർ കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. പ്രതിക്ക് വിചാരണ നടത്താൻ സമയവും സൗകര്യവും നൽകാൻ കോടതിക്ക് സാധിക്കില്ല. കേസ് വീണ്ടും ശക്തമാകുമ്പോൾ മന്ത്രി കസേര തെറിക്കുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്.